എന്റെ പൊന്നാറ മക്കളെ, ഈ 30-35 സെക്കൻഡുള്ള ഈ ഒരു വീഡിയോ എന്താണെന്നറിയോ? ഒരു പെൺകുട്ടി പ്രസവിക്കുന്ന ഒരു വീഡിയോ ആണ്. അതും എന്റെ രാജ്യത്ത് ഇന്ത്യയിലാണെന്നുള്ളതിൽ ഞാൻ സങ്കടപ്പെടുകയാണ്. എന്റെ നാട്ടിൽ, കേരളത്തിലല്ല കേട്ടോ, ഇത് നമ്മളെ ഊമ്പിയണ്ണന്റെ നാട്ടിൽ ഉത്തർപ്രദേശിലാണ്. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഒരു പെൺകുട്ടി പ്രസവിക്കാൻ വന്നിട്ട് ആ കുഞ്ഞു മരിച്ചുപോയി. നോക്ക്, വരാന്തയിൽ കിടന്നിട്ടാണ്, ഒരൊറ്റ മനുഷ്യര് തിരിഞ്ഞു നോക്കുന്നില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇത് കാണേണ്ടതാരെന്നറിയോ? ഇവിടെ BJP-യുടെ കുറെ പ്രവർത്തകരുണ്ടല്ലോ, ഊമ്പിയണ്ണന്റെ നാട് പോലെ വേണം, ഊമ്പിയണ്ണന്റെ നാട് പോലെ വേണോന്ന്. നീയൊക്കെയാണ് കാണേണ്ടത്. ഇതേപോലെ വേണോ നമ്മുടെ കേരളം? പറയ്. ഒരു മനുഷ്യന് വിലയില്ലാത്ത നാടായി മാറിക്കാണ് ഇന്ത്യ. ഒക്കെ വെച്ച് നമ്മുടെ കേരളമൊക്കെ എത്ര സുന്ദരാടോ. കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവോ? ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ. ആ ഇനി കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കേരളം ഭരിക്കുന്നത് നമുക്ക് വിഷയമല്ല. പക്ഷെ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ്. ഉത്തരേന്ത്യയിലെ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ്, ഒരു ഗർഭിണിയുടെ അവസ്ഥയാണ്. ആലോചിച്ചോക്ക്. ഗർഭിണിയുടെ ഗർഭപാത്രത്തിലേക്ക് ശൂലം കുത്തി കയറ്റിയവന്റെയൊക്കെ നാട്ടിൽ ഇതിലും വലുത് സംഭവിക്കും. ആ കുഞ്ഞ് മരിച്ചു എന്നാ പറയുന്നത്, ആ കുട്ടി മരിച്ചു എന്നാ പറയുന്നത്. ഏതെങ്കിലും മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്തോ? ഏതെങ്കിലും ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തോ? റിപ്പോർട്ട് ചെയ്യൂല. ഇത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയായിരിക്കും സംഭവം. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കേസ് നടക്കും? നിങ്ങൾ തന്നെ പറയും. നമുക്ക് എല്ലാ രാഷ്ട്രീയവും മാറ്റി വെച്ചിട്ട് നമുക്ക് ചോദിക്കാം, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടക്കും? ഇല്ല, ഒരിക്കലും നടക്കില്ല. എന്റെ തിരുവനന്തപുരത്ത് ശ്രീചിത്രയില് ഒരു ദിവസം നടക്കുന്ന പ്രസവം മെഡിക്കൽ കോളേജിൽ എത്രയാണെന്നറിയോ? ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് പ്രസവിച്ചു പോകുന്നത്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് കരമനയില് ഗർഭിണികളെ മാത്രം നോക്കാൻ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അതേപോലെ തിരുവനന്തപുരത്തിന്റെ പലയിടങ്ങൾ, ചിറയൻകീഴ് എന്റെ നാട്ടില്, അണ്ടൂർക്കോണത്ത് എന്റെ നാട്ടിൽ, കടനംകുളത്ത്, പുതുക്കുറിച്ചിയിൽ ഗർഭിണികൾക്ക് മാത്രമായിട്ടുള്ള ഓരോ ദിവസങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രം നോക്കുന്ന ഡോക്ടർമാർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കേരളം. ഇതേപോലെ ആവണോ? നിങ്ങൾ പറയും. നമുക്ക് ഊമ്പിയണ്ണന്റെ ഊമ്പിയ നാട് പോലെ ആവണോ? നമുക്ക് നമ്മുടെ നാടല്ലേ സ്വർഗം. ഊമ്പിയണ്ണന്റെ ഊമ്പിയ നാട്ടില് പശുവിന് ഓക്സിജൻ ഉണ്ട്, പശുവിന് ആംബുലൻസ് ഉണ്ട്, പശുവിന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് സുഖ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ മനുഷ്യന് അവിടെ കുറഞ്ഞ ജാതിയുണ്ട്, കൂടിയ ജാതിയുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ രാജ്യത്താണ് നടക്കുന്നത്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലാണ് ഇത് നടക്കുന്നത്. ഒരു പെൺകുട്ടി പ്രസവിച്ചതാണ്, ആ കുഞ്ഞ് മരിച്ചുപോയി. ഇതൊക്കെ നമ്മൾ തുറന്നു പറയുമ്പം ചിലഹന്മാർ പറയും നമ്മൾ സുഡാപ്പിയാണെന്ന്. കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചോളി. പക്ഷെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായ? എന്താ ഇത്? എന്നിട്ട് ചിലവന്മാർ പറയണാണ് കേരളത്തിൽ അങ്കയാണ്, ഇങ്കയാണ്, തേങ്ങയാണെന്ന്. ഇന്ന് ഏതോ ഒരു പൊട്ട അണ്ടിമുക്ക് നീട്ടം വന്നിട്ട് പറയാണ് മോഡിജി കേരളത്തിൽ പറഞ്ഞ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മോഡിജി എവിടെ വീട് കൊടുത്തിരിക്കണം പാവപ്പെട്ടവർക്ക് കേരളത്തിൽ? പറയും. ഈ ഇടതുപക്ഷവും ഈ വലതുപക്ഷവും തന്നെയാണ് കേരളത്തിൽ പാവങ്ങൾക്ക് വീട് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ മോഡിജിന്റെ പാർട്ടി എവിടെ വീട് കൊടുത്തിട്ടുള്ളത്? ഇവിടെ ലൈഫ് പദ്ധതിയിലൂടെ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പദ്ധതി ഉണ്ട്, അതിലൂടെ ലൈഫ് പദ്ധതിയാണെന്ന് തോന്നുന്നു. ഈ ഒരു വീടിന് 4 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ഇപ്പൊ 6 ലക്ഷം രൂപയാക്കി, നേരത്തെ 4 ലക്ഷം രൂപയാണ്. ആ 4 ലക്ഷം രൂപയിൽ സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുന്ന 3,70,000 രൂപയാണ്, കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുന്ന 30,000 രൂപയാണ്. അതുവരെ കൊടുത്തിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ്. എന്നിട്ട് മോഡിജി ഇവിടെ വരുന്ന വീട് വെച്ച് കൊടുക്കാനാണ്. മോഡിജിന്റെ നാട്ടിൽ, ഗുജറാത്തിൽ തൂറാൻ പോണത് റെയിൽവേ ക്രോസിൽ ഇരുന്നിട്ടാ തൂറുന്നത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണോ? ഓരോ വീട്ടിലും 3-4 കക്കൂസ. മോഡിജിന്റെ നാട്ടില് അങ്ങ് ഗുജറാത്തില് തെരുവിലാണ് ഇരുന്ന് രാവിലെ തൂറുന്നത്. വീടൊക്കെ കാണും കയറിയിട്ട്, ചെറ്റ മറ്റേ അത് വെക്കട്ടെ വീടാ, തക്കാളി പെട്ടി അടിച്ച് കിടക്കുന്നത്. എന്റെ പൊന്നാര മക്കളെ, നമ്മുടെ കേരളം ഉണ്ടല്ലോ സ്വർഗ്ഗാണ്. നീ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും നമ്മളൊക്കെ സുന്ദരമായ ഒരു നാട്ടിലാണ് മക്കളെ ജീവിക്കുന്നത്. എന്റെ പൊന്നാര മക്കളെ, ഒരു കാരണവശാലും നിങ്ങളോട് സ്നേഹം കൊണ്ട് ഒരിക്കലും ഈ നശിച്ച പാർട്ടിനെ അധികാരത്തിൽ കൊണ്ടുവരല്ലേ. കേരളത്തിൽ ഒരു സീറ്റ് പോലും കൊടുക്കല്ലേ. തൃശ്ശൂർ ഒരു സീറ്റ് കൊടുത്ത നമ്മൾ കണ്ടതാണ്, മനസ്സിലായല്ലേ? കാണിച്ചു കൂട്ടുന്ന സുരേഷ് ഗോപി. എന്തിനു പറയുന്നത്? നമ്മൾ തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ പിടിച്ചതാണ്. ഇന്നേ വരെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? പൊങ്കാലയ്ക്ക് ആരെങ്കിലും മരിച്ചതായിട്ട്? ഒരു ചേച്ചി പൊങ്കാലയിൽ മരിച്ചു, ഏതെങ്കിലും മീഡിയ റിപ്പോർട്ട് ചെയ്തില്ല. ഇടതുപക്ഷം പൊങ്കാല നടത്തുന്ന സമയത്ത് മണിക്കൂറുകൾ കൊണ്ട് സിറ്റി വൃത്തിയാക്കും. 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടും സിറ്റി വൃത്തിയാക്കിയിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ. പിന്നെ ആരാ വൃത്തിയാക്കിയ? ഇടതുപക്ഷത്തിന്റെ ആൾക്കാരും സഖാക്കളും, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അല്ലെങ്കിൽ ശിവൻകുട്ടി സഖാവും പഴയ മേയറും എല്ലാവരും കൂടെയൊക്കെ പോയിട്ടാണ് തിരുവനന്തപുരം സിറ്റി വൃത്തിയാക്കിയെടുത്തത്. ഇതാണ് ഒരാൾ പറഞ്ഞാണ് മറ്റേ അവിടത്തെ ഇതാണ് കൊണ്ടുവരാൻ പോണെന്ന്. അവിടെ വെള്ളത്തിൽ അണുക്കൾ വന്നിട്ട് കുട്ടികൾ വരെ മരിച്ചു. അവിടുത്തെ ഏതോ ഒരു സ്ഥലത്തിന്റെ പേരും പറഞ്ഞു നമ്മള് രാജേഷ് പറയുന്നതായിട്ട്. വേണം കേക്ക് പറയ്. ഇതാണ് ഊമ്പിയണ്ണന്റെ ഊപ്പി. അതേപോലെ വേണോ? വേണമെങ്കിൽ നോക്കിയാൽ മതി. പൊന്നാര മക്കളെ, സ്നേഹം കൊണ്ട് പറയണേ, നമ്മുടെ നാട് സ്വർഗ്ഗാണേ. കൈ കൊടുക്കല്ലേ മക്കളെ, കാല് പിടിക്കാണ്.